നമസ്കാരം ഗായ്സ്. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബാണ് നമുക്കൊരു മോട്ടിവേറ്റ് ആയിരിക്കും. അപ്പോൾ മറക്കാണ്ട് ഇപ്പം തന്നെ ചെയ്തോട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന iPhone 14 ആണ് ഗായ്സ്. ഓക്കെ, ഇത് ഞാൻ എത്ര രൂപയ്ക്ക് മേടിച്ചറിയോ? ബിഗ് ബില്യൺ ഡേയ്സിലാണ് മേടിച്ചത്. എനിക്ക് പ്ലസ് മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്ക് ടൈം ടൈം പാസ് അല്ലേ, ഇയർലി പാസ് ഉള്ളതുകൊണ്ട് അപ്പം തന്നെ ബുക്ക് ചെയ്താണ് സംഭവം. ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ്. ബിഗ് ബില്യണിൽ ഓർഡർ ചെയ്തത് എനിക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ കയ്യിൽ കിട്ടുന്നത്. ആദ്യം ഒന്ന് നത്തിങ്ങിൻ്റെ ഇയർ 2 ആണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഇന്നലെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന iPhone 14 നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എത്ര രൂപയ്ക്ക് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ പറയാം. ഓക്കെ, അതിന് മുമ്പ് സംഭവം അൺബോക്സ് ചെയ്യട്ടെ. ഐഫോൺ അൺബോക്സ് ചെയ്യട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ ചാർജർ, ഐഫോണിൻ്റെ ചാർജർ. ഐഫോൺ എന്തായാലും ചാർജർ തരില്ലല്ലോ, അപ്പോൾ വേറെ വഴിയില്ലാണ്ട് ചാർജർ മേടിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ ഞാൻ എവിടെ പോകും? അപ്പോൾ അതാണ് അവസ്ഥ. ഇത് എനിക്ക് ഒരു ഭയങ്കര ഒരു സ്പെഷ്യലായിട്ടുള്ള മൂവ്മെൻറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് എൻ്റെ അറിവിൽ ഏറ്റവും വില കൂടിയ മൊബൈൽ മേടിക്കുന്നതാണ് ഞാനത്. അതില്ലാണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ആപ്പിളിൻ്റെ പ്രോഡക്റ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുണ്ടായിട്ടുള്ള കൂടുതലും ഒരു ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ അൺബോക്സ് ചെയ്യാം. ഗായ്സ്, ഫ്ലിപ്കാർട്ടിൽ മേടിച്ചതുകൊണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. അല്ലെങ്കിൽ ഐഫോൺ പകരമായിട്ട് പിന്നെ ഉള്ളിൽ കല്ല് വന്നെന്ന് പറയില്ലേ, അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം, ഫോൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെലിവറി ബോയ് തന്നെ ബോക്സ് തുറന്ന് നോക്കിയിട്ട് സംഭവം ഫോണ് നല്ല ഐഫോണാണോ വന്നിരിക്കുന്നത്, അല്ല വേറെ ഏതെങ്കിലും ഫോണാണോ, അല്ല കല്ലാണോ വന്നിരിക്കുന്നത് അറിയാൻ വേണ്ടി അവരൊന്ന് തുറന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് OTP ഷെയർ ചെയ്യുക. പിന്നെ ആ ഫോണിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അതുകൂടി നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പോട്ടിൽ നമ്മൾ റിട്ടേണും കൊടുത്ത് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. റീപ്ലേസ്മെൻറ്റ് പോയാലും റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല, റിട്ടേൺ അയക്കാൻ പറ്റില്ല. ഇത് നല്ലൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നോക്കി അവർ തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതുകൊണ്ട്, നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അതൊരു ഉപകാരം. അങ്ങനെ ഓപ്പൺ ബോക്സ് അവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളും ഒന്നുകൂടി അൺബോക്സ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് വേറെ ലെവലല്ലേ അല്ലേ? എത്ര പേർക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഉള്ളവർക്ക് നമ്മൾ കമൻറ്റിൽ ഇടാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഫോണാണ് ശരിക്കും പറഞ്ഞാൽ ഐഫോൺ നമ്മൾ മേടിക്കുന്നത്. കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫോൺ ശരിക്കും പറഞ്ഞത്. ഞാൻ വിചാരിച്ചപ്പോൾ കളർ ഭയങ്കര ഒരു ഇതായി പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും നല്ലൊരു പ്രീമിയം ലുക്കും കിടിലൻ കളറാണ്. എനിക്കിഷ്ടപ്പെട്ടിട്ടാ ശരിക്കും പറഞ്ഞാൽ. അത്ര ഞാൻ വിചാരിച്ചപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് മേടിച്ചാൽ മതി എന്ന് വിചാരിച്ചു, പക്ഷേ കിടിലൻ ഫോണാണ് ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞ് നമുക്കറിയാലോ, പിന്നെ ഫോൺ കഴിഞ്ഞിട്ട് പിന്നെ ചാർജിങ് കേബിളല്ലോ, Type-C to Lightning. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വന്നു. പിന്നെ സിം ഇജക്ടർ. അങ്ങനെ ഗായ്സ്, ഓക്കെ, ചാർജ് അൺബോക്സിങ് ചെയ്യാണ്. ഇതിൽ എന്താണ് പ്രത്യേകത നോക്കട്ടെ. അല്ല, അവരുടെ പാക്കിംഗ് ഒക്കെ കിടില്ല കേട്ടോ. നോക്കിയാൽ ഒന്ന് നമുക്ക് പൊളിക്കേണ്ടൊക്കെ അങ്ങനെ പ്രൊസീജിയറൊക്കെ അവർ തന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ. അതിനായിട്ടുള്ള ക്വാളിറ്റി അവർ തന്നിരിക്കുക ശരിക്കും പറഞ്ഞാൽ. അത് ഒരു നല്ലൊരു എക്സ്പെൻസീവ് ആണ് ചാർജിങ്. ഇത് ആൾമോസ്റ്റ് 1700 സംതിങ്ങാണ് വന്നത് നമുക്ക് ഈ ചാർജിങ് അഡാപ്റ്റർ. കുറേ പേപ്പർ തന്നിട്ടുണ്ട്, ഗൈഡൻസ് പിന്നെ സേഫ്റ്റി മാനുവൽസൊക്കെ പറഞ്ഞിട്ട്. ഫോണിനോട് ഇത്ര തന്നിട്ടില്ല, ചാർജിങ് കേബിൾ നോക്കി എത്ര തന്നിരിക്കുക. ഈ ഐഫോൺ ഫേക്ക് ആണോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സീരിയൽ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ ഫേക്ക് ആണോ ഇല്ല നോക്കിയപ്പോൾ ഇല്ല ഗായ്സ്, ഒറിജിനൽ ആണ്. എന്താ ബ്രോ, മാർക്കറ്റിൽ iPhone 15 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് 14 ഒക്കെ എടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ബ്രോ പൈസ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പൈസ നമ്മൾ ഇതെന്നെ കഷ്ടപ്പെട്ടാ മേടിച്ചത് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, റെഗുലറായിട്ട് വീഡിയോ ദിവസം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കാണണമെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ. ഇത് കാരണം ഇത് മെയിനായിട്ട് മേടിക്കാനുള്ള കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ബെറ്റർ ക്ലാരിറ്റിയിലും വിഷ്വലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ മേടിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം. അല്ലെങ്കിൽ ഞാൻ ഈ ഫോൺ മേടിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രോ വേരിയൻറ്റ് മേടിക്കണം. 14 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ അന്വേഷിച്ച് നോക്കി. ഏകദേശം നോക്കിയാൽ 1,15 ലക്ഷം രൂപ വരുന്നുണ്ട് പ്രോ വേരിയൻറ്റ്. അപ്പോൾ നമ്മൾ വീഡിയോ ആണ് മെയിനായിട്ട് ഫോക്കസ് ആയിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ മിനിമം ഇന്റർണൽ മെമ്മറി എന്തായാലും കൂടുതൽ വേണം. അതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ 256 GB എങ്കിൽ അറ്റ്ലീസ്റ്റ് വേണം. അതൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു നല്ലൊരു എക്സ്പെൻസീവ് ആണ് പോകുന്നത്. അപ്പോൾ പ്രോ വേരിയൻറ്റ് നമുക്ക് മേടിക്കാനുള്ള ഇതില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 14 ആണ് മേടിച്ചത്. അത് നമ്മൾ ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 60,000 രൂപയ്ക്കാണ് നമുക്ക് ഈ ഫോൺ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അറിവിൽ ഒരു നല്ല ഡീലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ഇറങ്ങിയപ്പോൾ ഒക്കെ അറിയാലോ, നമുക്ക് 80,000 രൂപ സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കൊല്ലത്തിൽ നമുക്ക് 20,000 റുപ്പീസ് ഡിസ്കൗണ്ട് ആയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അത് 128 GB സോറി 128 GB ആണ് ആ റേറ്റ് ഉണ്ടായിരുന്നത്. 256 ഏകദേശം എത്രയെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് 60,000 രൂപയ്ക്കാണ് ഈ ഫോൺ കിട്ടിയിരിക്കുന്നത്. അല്ല ബാങ്കിൻ്റെ ഒക്കെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ, ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന പൈസ ഞാൻ പറയുന്നത്. ഏകദേശം നമുക്ക് 60,000 റുപ്പീസ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇത് മെയിൻലി നോക്കിങ് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ വിഷ്വലി കാണാൻ ഒരു കുറവുണ്ടാകാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ എടുക്കാനുള്ള കാരണം. ഇതിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ലൈവിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ റിയൽമി 9 പ്രോൻ്റെ ക്യാമറ ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലാണ് വീഡിയോയും ചെയ്യുന്ന എഡിറ്റിംഗ് എല്ലാ പരിപാടിയും നമ്മൾ അതിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി വരുന്ന വീഡിയോ നോക്കിയാൽ നമ്മൾ ഐഫോണിൻ്റെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. മിക്ക വീഡിയോസും നമുക്ക് ഐഫോണിൻ്റെ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ കാരണം നമ്മൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ ശ്രമിക്കണ്ടേ. അപ്പോഴല്ല നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലല്ലോ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം, ഫോൺ മേടിക്കാനുള്ള കാരണം. ഓക്കെ ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും സീ യു, ഗുഡ് ബൈ.